അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണിത്. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ ചിക്കനാണ്. ഏകദേശം 3/4 കിലോളം ഉണ്ട്. ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണോളം കസൂരി മേത്തിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാലും മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ മാത്രമാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ചിക്കൻ ഫ്രൈ ചെയ്യാനും ഗ്രേവി ഉണ്ടാക്കാനുമായിട്ട് കുറേ പാത്രങ്ങളാകുമ്പോൾ കഴുകിയെടുക്കാനൊക്കെ മടി പിടിക്കും. ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടി ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും ഒക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുമ്പോഴാണ് ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളിയും 1 കൈപ്പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കസൂരി മെത്തിയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇവിടെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. എരിവില്ല മുളക് പൊടിയാണെങ്കിൽ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാൻ സാൾട്ടഡ് ബട്ടറാണ് എടുത്തത്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായാൽ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഗ്രേവി നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാം. കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പോളം ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രീം ചേർത്ത് കഴിഞ്ഞാൽ
അധിക നേരം തിളപ്പിക്കുകയൊന്നും വേണ്ട. ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാല് ചേർത്ത് കൊടുത്താലും മതി. പാല് ചേർക്കുമ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചുകൂടി കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.